ജില്ലയിലെ KLDC ഉൾപ്പെടെയുള്ള ഇറിഗേഷൻ കനാലുകളിലും തോടുകളിലും ചണ്ടിയും കുളവാഴയും നിറഞ്ഞതുമൂലം നീരൊഴുക്ക് തടസ്സപ്പെട്ടത് കർഷകർക്ക് ഭീഷണിയാകുന്നു. മഴ ശക്തമായാൽ ബണ്ടുകളുടെ തകർച്ചയ്ക്കും രൂക്ഷമായ വെള്ളക്കെട്ടിനും ഇടയാകുമെന്ന് കർഷകരും പരിസരവാസികളും ആശങ്കപ്പെടുന്നു. ഏനമാവിലെത്തുന്ന പല കനാലുകളുടെയും സ്ഥിതി അതീവ ഗുരുതരമാണ്. മനക്കുടി, എൽത്തുരുത്ത്, ചേറ്റുപുഴ, കൊക്കാല, പുല്ലഴി കനാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. സാധാരണയായി ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ കനാലുകൾ വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കാറുണ്ട്. എന്നാൽ ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ലെന്നും തൃശൂർ നഗരത്തിൽ നിന്നുള്ള മലിനജലം 600 ഏക്കറോളം വരുന്ന എൽത്തുരുത്ത് പള്ളിക്കോൾപ്പടവിൽ തങ്ങി നിൽക്കുന്നത് ഇവിടെ ഓർഗാനിക് കൃഷിക്ക് തടസ്സമാകുമെന്നും എൽത്തുരുത്ത് കോൾപ്പടവി സമിതി ട്രഷററും എൽത്തുരുത്ത് CMI ആശ്രമം പ്രിയോറുമായ ഫാദർ ജോസ് പയ്യപ്പള്ളി പറഞ്ഞു. ഇവിടെ താഴ്ന്നു കിടക്കുന്ന ചില പ്രദേശങ്ങളിലെ ചെറിയ ചെറിയ ബണ്ടുകളൊക്കെ ഓവർഫ്ലോ ചെയ്യാനും അത് പൊട്ടിപ്പോകുവാനും ഉള്ള സാധ്യത വളരെയധികമാണ്. സാധാരണ കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് അടുത്ത വർഷത്തെ കൃഷിക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നതാണ്. കനത്ത മഴ പെയ്താൽ മനക്കുടി എൽത്തുരുത്ത് കനാലിലെ തടസ്സം മൂലം 1000-ൽ പരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മനക്കുടി കോൾപ്പാടവും മണിയാർ കോൾപ്പാടവും വെള്ളത്തിലാവുകയും ചണ്ടിയും കുളവാഴയും പാടത്തേക്ക് പരന്ന് വൻ നാശത്തിനും ബണ്ടുകളുടെ തകർച്ചയും ഇടയാക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. പുല്ലഴി ചെറിയ പാലത്തിന്റെ പില്ലറുകളിൽ കുളവാഴയും ചണ്ടിയും നിറഞ്ഞ് കനാലിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്നത് മൂലം വലിയ പാലം വരെയുള്ള 1/2 കിലോമീറ്ററോളം ദൂരം കുളവാഴയും ചണ്ടിയും അടിഞ്ഞു കിടക്കുകയാണ്. മഴ കനക്കുന്നതോടെ അയ്യന്തോൾ, പഞ്ചിക്കൽ, ഉദയാനഗർ, ശങ്കരംകുളങ്ങര, പെരിങ്ങാവ് പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നും വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്രസേനയുടെ സഹായം തേടേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കുമെന്നും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഡിവിഷൻ കൗൺസിലർ കെ രാമനാഥൻ പറഞ്ഞു. പീച്ചിയിൽ നിന്ന് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കനാലാണ് ഈ കാണുന്ന ഇറിഗേഷൻ്റെ ഈ കനാൽ. അപ്പോൾ ഇത് യഥാസമയങ്ങളിൽ ചെയ്യാറില്ല. ഇതുപോലെ മുറവിളി കൂട്ടുമ്പോൾ അവർ വന്ന് ചെയ്യും. അത് മാത്രമല്ല, ഈ പ്രദേശം തൊട്ട് പുഴയ്ക്കൽ വരെയുള്ള പ്രദേശത്തെ പാടശേഖര കമ്മിറ്റികളുടെ ബണ്ടുകൾ അത് ബലം കുറഞ്ഞു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിന്നാൽ ബണ്ട് പൊട്ടി അടാട്ട് കോൾപ്പടവിൻ്റെയും പുല്ലഴി കോൾപ്പടവിൻ്റെയും കൃഷി ചെയ്യാനുള്ള സൗകര്യം നഷ്ടപ്പെടും എന്നുള്ളതിനുപരി ടൗണിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് വന്ന ജനങ്ങൾക്ക് വളരെ ദുരിതം ഉണ്ടാകും. ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ 900 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾപ്പടവ്, പന്നിയങ്കര കോൾപ്പടവ്, അടാട്ട് കോൾപ്പടവ്, ബാരിക്കോട് കോൾപ്പടവ് എന്നിവിടങ്ങളിൽ വൻ നാശത്തിന് ഇടവരുമെന്നാണ് കർഷകരുടെയും പരിസരവാസികളുടെയും ആശങ്ക. ന്യൂസ് ഡെസ്ക് TCV.